നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് പോർച്ചുഗൽ കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ ഹംഗറിയാണ്. ബുഡാപെസ്റ്റിൽ രാത്രി ഇന്ത്യൻ സമയം 12:15 കളി. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബെർണാഡോ സിൽവ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പോർച്ചുഗൽ ഇപ്പോൾ യുവേഫ നേഷൻസ് ലീഗൊക്കെ ജയിച്ചു വരികയാണല്ലോ. വമ്പന്മാരെയൊക്കെ പൊട്ടിച്ച് നേഷൻസ് ലീഗൊക്കെ നേടി നിൽക്കുന്ന പോർച്ചുഗലാണിത്. അപ്പോൾ നേഷൻസ് ലീഗിലെ വിജയം ടീമിന് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബെർണാഡോ സിൽവയ്ക്ക് നേരെ ഉയരുകയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇതൊരു വേൾഡ് കപ്പോ യൂറോ കപ്പോ ഒന്നുമല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ വിജയം ഞങ്ങൾക്ക് ആവേശം പകരുന്നുണ്ട്, മോട്ടിവേഷൻ നൽകുന്നുണ്ട്, കോൺഫിഡൻസ് കൂട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഒരു കിരീടം ചൂടുക എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. ഈ ജനറേഷൻ ആ രൂപത്തിലുള്ള ഒന്നുമാണ്. ഇത് യൂറോ കപ്പോ വേൾഡ് കപ്പോ ഒന്നുമല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ വെരി പ്രൗഡാണ്. ആ ഒരു കിരീടത്തിന് ഞങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമുണ്ട്. ഇനി ഞങ്ങൾ ബിഗ്ഗർ ഗോളിലേക്ക് മൂവ് ചെയ്യുകയാണ്. വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യണം. പോർച്ചുഗലിന് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യണം. എന്നിട്ട് ആ ടൂർണമെൻറ്റിൽ ഞങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത് കോമ്പീറ്റ് ചെയ്ത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി ബെർണാഡോ സിൽവ പറയുന്നു. തീർച്ചയായിട്ടും നേഷൻസ് ലീഗ് എന്നുള്ളത് പലരും അത്ര പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റായിട്ട് കണക്കാക്കാറില്ല. എന്നാൽ പോലും അവിടെ വമ്പന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഈ കിരീടത്തിലേക്ക് പോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ഉണ്ട്. അത് വളരെ വലുതാണ്. അത് വരും മത്സരങ്ങളിലേക്ക് പകർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ പോർച്ചുഗലിന് ഇപ്പോഴുള്ള ശക്തമായ നിരയും കൂടി നോക്കിയാൽ അടുത്ത വേൾഡ് കപ്പിൽ തീർച്ചയായിട്ടും അവരൊരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.